ഇങ്ങേറ്റത്ത് നമുക്ക് കുളമാവ് ഡാം കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞങ്ങൾ കുളമാവ് ഡാമിലാണ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചെറിയ ചൂണ്ടയിടിയിലും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയത് ആ കുളമാവ് ഡാമിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് സിനാജുണ്ട്, അജിനുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. മലങ്കര ഡാമിന്റെ ഭാഗമാട്ടോ ഈ കാണുന്ന. നല്ല ബ്യൂട്ടി ആണ് നോക്കി. അടിപൊളി സംഭവം. സംഭവം നല്ല അടിപൊളിയാണ്. പക്ഷെ ഇതിനകത്തൊന്നും മീനില്ല. കാണുന്ന മലയാള മണ്ടയാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ. കാണാവെന്നറിയത്തില്ല. കാണുന്ന മലയാള മണ്ട ചന്ദ്രനാണോ പാറ. ഇതാണ് കോളപ്പറ അല്ലേ? കുളമാവ് ലക്ഷ്യമാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ വന്നിട്ട് അതിലും അമ്മ അവിടെ പോയി വെയിറ്റ് ചെയ്യാം. ഒന്ന് വെക്കാൻ പറ. പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലെങ്കിലും ആരാണ്ടൊക്കെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ അജിൻ ഭയങ്കര ചാടയാ. ഒരു ചാടയില്ല കേട്ടോ. നമ്മളെ ക്യാമറ അജിന് നേരെ കാണിച്ചാൽ അപ്പൊ ഫോൺ എടുത്ത് ചെയ്യും. ഇല്ല ഇതൊക്കെ നമ്മുടെ മലങ്കര ഡാമിന്റെ ഭാഗമാണ്. ആ കാണുന്ന ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്തോടൊക്കെയാണ് നമ്മുടെ മോഹൻലാലിന്റെ ദൃശ്യം 2 ഷൂട്ടിങ് ഒക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മുട്ടം മലങ്കര ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയ ആണ്. ഇതാണ് അശോകവല. ഇവിടെ നമ്മള് ഇടുക്കി റോഡിലേക്ക് കയറി. ഇതാണ് മൊത്തം മലനിരകൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ സുന്ദര സുരഭിലമായ നമ്മുടെ ഇടുക്കി. ഇലവീഴ പൂഞ്ചിറ അതിന്റെ മേളിലെത്തി. ടോപ്പിലെത്തിയിരിക്കുകയാണ്. ടോപ്പില് അശോകാവിലെന്ന് ഇന്ന് പോന്നു കഴിയുമ്പോ കുളമാവ് വരെയും എത്ര കുളമാവ് മൊത്തം 12 വളവുണ്ട്. ഇത് വിളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ചുരം പോലെയുള്ള വലിയ വളവൊന്നും ഇല്ല. എന്നാലും നടക്കേടില്ല അല്ലേ? ഉള്ളിയാമറ്റം പൂമാല വരും. ഈ സ്ഥലത്തോടൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ വന്നൊന്ന് കാണേണ്ട ഏരിയയാണ്. നല്ല വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന ഏരിയ ആണ്. നല്ല കാലാവസ്ഥ. ഇതെല്ലാം നമ്മുടെ ഇടുക്കിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് അല്ലേ? കണ്ട നല്ല പുല്ല് വളർന്നിരിക്കുന്നുണ്ടല്ല. അങ്ങനെ ഉണ്ടോ? നല്ല അടിപൊളി സ്ഥലം.
ഇതാണ് തുമ്പിച്ചിമല തീർത്ഥാടന കേന്ദ്രം. കുരിശുമല അല്ലേ? തുമ്പിച്ചി കുരിശുമല. ഈ സൈഡിൽ വഴിയാണ് പോകുന്നത് അല്ലേ? ഈ വഴിയെ കയറി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാം. നല്ല അടിപൊളി സ്ഥലമാണ്. നാട് മൊത്തം കാണാം. ഇതാണ് ട്രൈബൽ ഏരിയ കുരുതിക്കുളം അല്ലേ? ഇതാണ് 12ാമത്തെ ലാസ്റ്റ് വ്യത്യാസം. ഗ്രീൻബർഗ് റിസോർട്ട്. പ്രളയത്തിന്റെ സമയത്ത് മണ്ണിടിച്ചാണ്, ഇതുവരെ ശരിയായിട്ടില്ല. അതപ്പോ ഇത് കുളവാത ചെക്കിടാം അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ. ഇതാണ് കുളമാവ് ഡാം. ഇടുക്കി. അപ്പോൾ കുളമാവ് ഡാമിന്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചൂണ്ടയിട്ട് നോക്കാൻ പോകണം. നമുക്ക് നോക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന്. ഇതിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഉണ്ടോ? അങ്ങേയറ്റത്ത് നമുക്ക് കുളമാവ് ഡാം കാണാം. നമ്മൾ ഈ ഭാഗത്ത് ചൂണ്ടയിടാന്ന് ഉദ്ദേശിച്ച് വന്നതാണ്. നമുക്ക്
വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊരു ചെറിയ ട്രാവൽ വ്ളോഗായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.